നമസ്കാരം. ഞാൻ ലക്ഷ്മി നമസ്തേ. കാണത്ത്. നമസ്തേ. ഇന്ന് നമസ്തേ. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെയധികം പാണ്ഡിത്യവും അതുപോലെ തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള ആത്മീയ പ്രഭാഷകനുമായിട്ടുള്ള ശ്രീ പനയം രമേശ് ജിയാണ്. അങ്ങേക്ക് നമ്മുടെ ഈ ഒരു ടോക്കിലേക്ക് സ്വാഗതം. നമസ്തേ. നമസ്തേ. രമേശ് ജി, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങയോട് ചോദിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ രാമായണ മാസത്തില് നിരന്തരം ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അപഹസിച്ചുകൊണ്ട് ചില കുപ്രസിദ്ധ മാധ്യമങ്ങളില് ചില ലേഖനങ്ങൾ വരുന്നുണ്ട്. അതിലൊന്നാണ് ഹിന്ദുക്കളിലെ ഈഴവ സമുദായക്കാർ ഹിന്ദുക്കളല്ല എന്ന തരത്തിലുള്ള ഒരു പ്രചരണം. അതിനെക്കുറിച്ച് അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് ധാരാളം അറിവുകൾ കിട്ടേണ്ടതായിട്ടുണ്ട്. ഒന്ന് വ്യക്തമാക്കാമോ? ഇത് ഇപ്പൊ രാമായണ മാസമായിട്ട് ബന്ധപ്പെട്ട് മാത്രമുള്ള ഒരു സംഗതി അല്ല. അതിനു മുമ്പും ഈ ഈഴവ സമുദായത്തെ ഒരു പ്രത്യേക വിഭാഗമാക്കി നിർത്തുവാൻ ചില തൽപര കക്ഷികളുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും അത് ഓർമ്മിപ്പിക്കുന്നത്. അതിന്റെ പ്രത്യേകിച്ച് ഈഴവ സമുദായം ചിലരുടെ വോട്ട് ബാങ്കായിട്ട് നിലനിന്ന് വരുന്നത് കൊണ്ട് അവരെ അങ്ങനെ തന്നെ പ്രത്യേക ഒരു വിഭാഗമാക്കി നിർത്തുവാനും ഹിന്ദു സമാജത്തിന്റെ ഭാഗമാകാതിരിക്കുവാനും, അത് ഭാഗമായിട്ടുള്ളതിനെ ഒരു പ്രത്യേക വിഭാഗമാക്കി സാധാരണക്കാരായ ഈഴവരാതി ജനങ്ങളിലെ സംശയം ജനിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അത് മുമ്പേ ഉള്ളതാണ്, ഇപ്പം മാത്രമല്ല, ഇപ്പോഴും മുമ്പേ ഉള്ളതാണ്. ഈ രാമായണ മാസമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് ചിലർക്ക് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇത് പറയുന്നു എന്ന് മാത്രമാണ്. കാരണം ഈ ഗുരുദേവനെ കുറിച്ച് പഠിക്കുകയോ അറിയുകയോ ചെയ്യാൻ ശ്രമിക്കാത്ത ഒരു ജനതയാണ് ഈ നമ്മുടെ സനാതനധർമ്മ വിശ്വാസികൾ എന്നുള്ളത്. ധർമ്മശാസ്ത്രങ്ങളെ കുറിച്ച് പഠിക്കാനോ അത് അറിയാനോ താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇന്ന് ഈഴവ സമുദായത്തിൽപ്പെട്ടവർ പോലും ഈ ഗുരുദേവനെ എപ്പോഴും പറയുന്നത് സാമൂഹ്യ പരിഷ്കർത്താവ്, സാമൂഹ്യ പരിഷ്കർത്താവ്, സാമൂഹ്യ പരിഷ്കർത്താവ് എന്നാണ്. അതിനപ്പുറത്തേക്ക് ഉള്ളൊരു തലം അവര് അറിവിലൂടെ നേടാൻ ശ്രമിക്കുന്നില്ല. അതൊരു പോരായ്മയാണ്. കാരണം ഗുരുദേവനെ അറിയാൻ ഗുരുദേവന്റെ കൃതികളിലൂടെ മാത്രം പോയാൽ മതി. ഗുരുദേവന്റെ കൃതികളിലൂടെ മാത്രം പോയി കഴിഞ്ഞാൽ ഗുരുദേവൻ ആരായിരുന്നു എന്ന് ശരിക്കും മനസ്സിലാകും. പക്ഷെ അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് തീർച്ചയായിട്ടും ഗുരുദേവൻ ആരായിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സമൂഹം അല്ലെങ്കിൽ ഈ പറയുന്ന സമുദായം തന്നെയായിരിക്കും ഏറ്റവും അധികം ഹിന്ദുക്കളുടെ തീവ്ര ഹിന്ദുക്കളായിട്ട് മാറുക, അഥവാ ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി പാലിക്കുന്നവരായിട്ട് മാറുക എന്നുള്ള ഭയപ്പാടിൽ നിന്നല്ലേ ഇത്തരം ഒരു പ്രചരണം ഉണ്ടാകുന്നത്. കാരണം ഗുരുദേവനാണ്, നമുക്കറിയാം, ശങ്കരാചാര്യ തൃപ്പാദങ്ങൾക്ക് ശേഷം അദ്വൈതത്തിന്റെ പുനരുദ്ധാരണം ചെയ്ത വ്യക്തി എന്ന നിലയ്ക്ക് ശ്രീനാരായണ ഗുരുദേവനോളം മറ്റൊരാളും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം, അല്ലെ? അതുപോലെ ഉപനിഷത്ത്, ഈശാവാസ്യ ഉപനിഷത്ത് അദ്ദേഹം മലയാളത്തിലാക്കി നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഹോമമന്ത്രം, അല്ലെ, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വേദങ്ങളിലുള്ള ഹോമമന്ത്രം ലളിതമായിട്ട് തന്നിട്ടുണ്ട്. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഈഴവരെ ഹിന്ദുക്കളല്ല എന്ന് മാത്രമല്ല ഗുരുദേവൻ പോലും ഹിന്ദുവല്ല എന്ന് പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഗുരുദേവ കൃതികളുടെ ആ ആഴത്തിലുള്ള താന്ത്രിക വശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കാമോ? അതിനു മുമ്പ് ഗുരുദേവന് ജനിച്ച ആ പശ്ചാത്തലം, ഗുരുദേവന്റെ സാഹചര്യം. ഇപ്പോ ഉദാഹരണത്തിന് നമ്മള് ശ്രീരാമകൃഷ്ണ പരമഹംസര്, വിവേകാനന്ദ സ്വാമികള്, ഇങ്ങനെയുള്ള മഹാമനീഷികള് ഭാരതം മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോ ഇപ്പം രാമകൃഷ്ണ പരമഹംസരൊന്നും ഇങ്ങനത്തെ ഇത്രയും കൃതികളൊന്നും എഴുതിയിട്ടില്ല. ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഗുരുദേവനും നേടിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഗുരുദേവൻ കൃതികൾ രചിക്കുകയും ഈശ്വര സാക്ഷാത്കാരം നേടുകയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഗുരുദേവൻ ഭാരതമാസകലം എങ്കിലും ഇന്നിപ്പോ അറിയപ്പെടുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് താമസിച്ചു പോയത് എന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ഗുരുദേവന്റെ വളർന്ന അല്ലെങ്കിൽ ജനിച്ച സാഹചര്യങ്ങളൊന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സാഹചര്യങ്ങളായിരുന്നു വളരെ പ്രധാനമായിട്ട് നാം കാണേണ്ടത്. എന്തുകൊണ്ടാണ്? ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിത ദൗത്യവും അദ്ദേഹം ലോകത്തിന് നൽകിയ സന്ദേശവും അടിസ്ഥാനപരമായി നോക്കിയാൽ
ആധ്യാത്മിക ആചാര്യന്മാരായ മറ്റു പല ഹിന്ദു സന്യാസിമാരിൽ നിന്നും വ്യത്യസ്തമായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യാസം ഒന്നിൽ മാത്രമായിരുന്നു. അതെന്താണ്? അവർ ജനിച്ചതും ജീവിച്ചതുമായ സാഹചര്യങ്ങളിൽ സമൂഹത്തിന്റെ ഘടനയിൽ മാത്രമാണ്. എന്നാൽ അവരുടെ ലക്ഷ്യം, ആദർശം, അവയിൽ ഒന്നും മൗലികമായ യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. മറ്റു സന്യാസിമാരും ഒക്കെ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയായിരുന്നു ഗുരുദേവനും എന്ന് കാണാൻ സാധിക്കും. പക്ഷേ 19ാം നൂറ്റാണ്ടില് പാശ്ചാത്യ സംസ്കാരത്തിന്റെ വെല്ലുവിളികളെ നേരിടുവാൻ ഭാരതത്തെ സജ്ജവും സന്നദ്ധവുമാക്കുക എന്നതായിരുന്നു അവരുടെ എല്ലാം ജീവിതത്തിന്റെ സന്ദേശം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഭാരതം അതിനു മുമ്പ് നിരവധി വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു 19ാം നൂറ്റാണ്ട്, അല്ലെ ഏകദേശം ഒരു 16ാം നൂറ്റാണ്ട് മുതൽ ഭാരതം അനുഭവിച്ച ഒരു വിദേശ ആക്രമണവും സാംസ്കാരികമായ ആക്രമണങ്ങളും എല്ലാം നേരിട്ടത് ഒരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു. അതിനു മുമ്പ് ഭാരതത്തെ ആക്രമിക്കുകയും അതിർത്തി കയറുകയും കൂടുതൽ വിസ്തൃതിക്ക് വേണ്ടിയിട്ടൊക്കെ അയൽ രാജ്യങ്ങൾ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികം. അത് നടന്നിട്ടുണ്ട്. നാട്ടുരാജ്യങ്ങളായിരുന്ന സമയത്തും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ 16ാം നൂറ്റാണ്ട് മുതൽ ഭാരതത്തിലേക്ക് വന്നത് വെറും പൈശാചികമായ ഒരു ആക്രമണത്തിന്റെയും രീതിയിലായിരുന്നു കടന്നു വന്നതെന്ന് പറയുകയാണ്. രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു എന്ന് നമ്മൾക്ക് അതിനെ കാണാൻ സാധിക്കും. രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള പോരാട്ടം അതെന്ന് പറയുന്നത്, ഒന്ന്, ഇവിടെ രണ്ട് കാര്യങ്ങളായിരുന്നു നമ്മൾ അടിസ്ഥാനമായിട്ട് അറിയേണ്ടത്. ഒന്ന്, ആക്രമിക്കപ്പെട്ട് പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യത്തില് വിജേതാവായ ആ ശത്രു രാജ്യത്തെ അനുസരിച്ച് അവരുടെ ഒരു പതിപ്പായി നിലകൊള്ളുക എന്നതായിരുന്നു ഭാരതത്തിന് ചെയ്യാമായിരുന്ന ഒന്ന്. രണ്ട്, വീണ്ടും നമ്മുടെ സംസ്കാരത്തില് ഊന്നൽ നൽകിക്കൊണ്ട് അത് അംഗീകരിക്കാതെ അവയോട് പടവെട്ടി വീണ്ടും നമ്മുടെ സ്വന്തം സംസ്കാരത്തെയും സ്വദേശ ധർമ്മത്തെയും ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തേത്. പക്ഷെ ഭാരതം സ്വീകരിച്ചത് രണ്ടാമത്തെ വഴിയായിരുന്നു എന്ന് പറയാണ്. ഭാരതം എന്ന് പറഞ്ഞാൽ ആഫ്രിക്ക, അമേരിക്ക അതേപോലുള്ള രാജ്യങ്ങളൊക്കെ ഈ ഇതേ തരം ആക്രമണങ്ങൾ വന്ന സമയത്ത് ആദ്യത്തെ വഴിയാണ് അവർ സ്വീകരിച്ചത്. ആക്രമിച്ച രാജ്യത്തിന്റെ പകർപ്പായിട്ട് അവർ മാറുകയാണ് ചെയ്തത്, ഓസ്ട്രേലിയ തുടങ്ങിയ രാഷ്ട്രങ്ങളൊക്കെ. പക്ഷെ ഭാരതം പൊരുതി നിന്നു എന്ന് പറയാണ്. ഇവിടെ ആ വെല്ലുവിളികളെ വീണ്ടും സ്വീകരിക്കാൻ സാധിച്ചത് ഭാരതത്തിന് അതിന്റെ ആത്മാവായ സംസ്കാരം, അതായത് ഹിന്ദു സംസ്കാരം അത്യന്തം ചൈതന്യവത്തായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാ ഹിന്ദു സംസ്കാരത്തിന്റെ പ്രത്യേകത തന്നെയാണ് വെല്ലുവിളിയെ വീണ്ടും സ്വീകരിക്കാൻ സാധിച്ചത്. അതേപോലെ തന്നെ വിദേശ മതങ്ങളുടെയും സ്വമതത്തിലെ അന്ധവിശ്വാസങ്ങളുടെയും ആക്രമണത്തെ നേരിടാൻ കഴിയാതെ ദുർബലമായി പോയിക്കൊണ്ടിരുന്ന ഹിന്ദുമതത്തെ അദ്വൈതത്തിന്റെ മൃതസഞ്ജീവനി നൽകി പുനരുജ്ജീവിപ്പിച്ച് നിർത്തുക മാത്രമല്ല, ആ അടിസ്ഥാനത്തിൽ സമൂഹത്തിന്റെ കെട്ടുറപ്പോടുകൂടി പുനർനിർമ്മിക്കുകയും ചെയ്ത ഒരു പുതിയ യുഗത്തിന്റെ പ്രവാചകനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമുക്ക് പറയേണ്ടി വരും ആയിരുന്നു. ഇനി ഇപ്പോൾ പറയുന്നു, ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഹിന്ദു മതമല്ല, ഹിന്ദുമതത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള, മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളത് ശ്രീനാരായണ മതം എന്നാണ്. ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നില്ല. ശ്രീനാരായണ മതം എന്ന് പറയുന്ന ഒരു മതത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശ്രീനാരായണ ഗുരുദേവൻ കലർപ്പില്ലാത്ത അദ്വൈതത്തിന്റെ ആധുനിക വക്താവായിരുന്നു എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഗുരുദേവന്റെ മതത്തെ പറ്റി ചോദിച്ച ആളുകളോട് ഗുരുദേവന്റെ മതം എന്താണ്, ഈ സനാതന ധർമ്മത്തില് അങ്ങ് ജനിക്കുകയും പക്ഷെ അങ്ങ് പ്രത്യേകമായ ഒരു രീതി ആവിഷ്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഈ അന്നത്തെ സവർണ മേധാവിത്വത്തെ ധിഖരിച്ചുകൊണ്ട് പ്രതിഷ്ഠ നടത്തുന്നു, ഇതൊക്കെ തന്നപ്പോൾ അങ്ങ് ഏതു മതത്തിന്റെ വക്താവാണ് എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞത് ശ്രീശങ്കരന്റെ അദ്വൈതം തന്നെയാണ് എന്റെ മതമെന്നാണ് പറഞ്ഞത്. മാത്രമല്ല, ശങ്കരാചാര്യ സ്വാമികള് സംസ്കൃത ഭാഷയിലൂടെ അദ്വൈതത്തിന് പ്രചാരം നൽകിയ സമയത്ത് തനി മലയാളത്തില്, സാധാരണ മലയാള ഭാഷയില് അതേ വാക്കുകള് അതേ പദങ്ങളെ മലയാളീകരിച്ച് അദ്വൈത സിദ്ധാന്തത്തിന് സാധാരണക്കാരിൽ പ്രചാരം നൽകിയ വ്യക്തിത്വവുമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് കാണാൻ സാധിക്കും. ഇനി ഗുരുദേവന്റെ ജീവിത രീതി നമ്മൾ നോക്കുക. എങ്ങനെയാണോ സാധാരണയായിട്ട് സനാതന ധർമ്മത്തില് ഋഷിവര്യന്മാര് അവർ തന്റെ ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടത്, അതേപോലെ തന്നെ
ഏകമായ ആ സത്യത്തെ, ഈ പ്രാപഞ്ചിക സത്യത്തെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ഗുരുദേവൻ തപസ്സനുഷ്ഠിച്ചു. അതേപോലെ ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് വേദങ്ങളും ഉപനിഷത്തുക്കളും പഠിച്ചിട്ട് അതിന് പുനർവായന എന്നതുപോലെ വീണ്ടും അദ്ദേഹം കൃതികൾ എഴുതി. എല്ലാം ഓരോരോ, ഈ മലയാളത്തിന്റെ ഭഗവത്ഗീത മലയാളത്തിലെ ഭഗവത്ഗീത എന്നാണ് ജ്ഞാനോപദേശ ശതകത്തെ അറിയപ്പെടുന്നത്. 100 ശ്ലോകങ്ങളിലായിട്ട് ഭഗവത്ഗീത 700 ശ്ലോകങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്തപ്പോൾ 100 ശ്ലോകങ്ങളിലൂടെ അതിന്റെ തത്വത്തെ മുഴുവൻ മലയാളികൾക്ക് പ്രദാനം ചെയ്തു കൊടുത്ത ആത്മീയ ആചാര്യനാണ് ആത്മോപദേശ ശതകം എന്നുള്ളത്. അപ്പൊ അങ്ങനെ സനാതനധർമ്മത്തിലെ ഗ്രന്ഥങ്ങളിലുള്ള ആശയങ്ങളെ തന്നെ ഇപ്പൊ പറഞ്ഞു, ലക്ഷ്മിജി തന്നെ പറഞ്ഞു, ഈശാവാസി ഉപനിഷത്ത് മലയാളത്തിലെ. അങ്ങനെ ഈ ഉപനിഷത്ത് തത്വങ്ങളാണ് ഗുരുദേവന്റെ കൃതികളിലെല്ലാം. ഇതെന്തുകൊണ്ടാണ് രമേശ് ഇങ്ങനെ ഒന്ന് പറഞ്ഞോട്ടെ, ശങ്കരന്റെ മതമാണ് എന്റെ മതം, അതായത് ആദിശങ്കരന്റെ അഭിപ്രായമാണ് എന്റെ അഭിപ്രായം, അദ്വൈതം തന്നെയാണ് എന്റെയും മാർഗം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്വൈത ദീപിക അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അല്ലെ? അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അങ്ങനെ ഈ കൃതികളെല്ലാം അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ കൃതികള് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറച്ചു പേരിലേ എത്തിയിട്ടുള്ളൂ. എന്താ കാര്യം? ഗുരുദേവ കൃതികൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുനാഥന്റെ സഹായമില്ലാതെ പഠിക്കാൻ സാധ്യമല്ല. അത്രമാത്രം വാക്കുകൾക്ക് അർത്ഥമൂല്യമുള്ള പദങ്ങളെ കൊണ്ട് വളരെ വളരെ ഗഹനമായിട്ട് എഴുതി വച്ചിരിക്കുന്ന കൃതികളാണ് എല്ലാ കൃതികളും. വളരെ ലളിതമായിട്ടുള്ള കൃതി, ഏറ്റവും ലളിതമായിട്ടുള്ള മലയാളത്തിൽ എഴുതിയിട്ടുള്ളതാണ് ദൈവദശകം എന്നുള്ളത്. അത് ആ ദൈവദശകം എഴുതിയത് പശ്ചാത്തലം വ്യത്യാസമുണ്ട്. ദൈവദശകം എഴുതിയതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ആലുവ തന്ത്രവിദ്യ, ആലുവയില് സംസ്കൃതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു സംസ്കൃത പദവും പോലും വരാത്ത രീതിയിലുള്ള മലയാള പദം കൊണ്ട് എഴുതിയതാണ് പ്രാർത്ഥന. അവർക്ക് വേണ്ടി എഴുതിയ പ്രാർത്ഥനയാണ്. അത് ഗുരുദേവൻ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു. സംസ്കൃതം പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഈ മലയാള പദം കൊണ്ട് പ്രാർത്ഥന എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞത്, അക്കാലത്ത്, അന്നും അല്ല ഇപ്പോഴും അത് തന്നെ, സാധാരണ വ്യക്തിത്വങ്ങളില് ഈശ്വരനെ ഭജിക്കുന്നതിന് സംസ്കൃത പദങ്ങൾ ആവശ്യമാണെന്നും ആ പദങ്ങളില്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം വളരെ അകലെയായി പോകുന്നൊക്കെ ഒരു ധാരണ സാധാരണ ജനങ്ങളിൽ ഉണ്ടായിരുന്നു. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് സംസ്കൃതം പഠിച്ച് ഞങ്ങൾ പണ്ഡിതരാണെന്ന ഭാവത്തിൽ വരാതിരിക്കാൻ പച്ച മലയാള ഭാഷയിൽ പ്രാർത്ഥന എഴുതി കൊടുത്തത്. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്. അതിന്റെ തന്നെ വ്യാഖ്യാനങ്ങൾ എത്രയാണ്? അതിന്റെ ആ വരിയില് വളരെ കുറച്ച് വരിയില് 10 ശ്ലോകങ്ങളില് ആ പ്രപഞ്ച സത്യം മുഴുവൻ അതിൽ ഒതുക്കി വെച്ചിരിക്കുന്നു. ഗുരുദേവന്റെ പാണ്ഡിത്യം എത്രയുണ്ട് എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. അതെ, അതായത് ഏത് മതസ്ഥർക്കും ചൊല്ലാം അല്ലെ? ഏത് മതസ്ഥർക്കും ചൊല്ലാതെ. കാരണം ദൈവമേ എന്ന് അവരുടെ ഭാവന എന്താണോ അതനുസരിച്ച് അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന. കാരണം വിദ്യാർത്ഥികള് എല്ലാ മതത്തിലും ഉള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആലുവയിൽ. കാരണം ഗുരുദേവന്റെ സ്ഥാപനങ്ങളില് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളില് ഒന്നും ആർക്കും വിലക്കില്ല. സർവമത സാരവും ഏകമെന്ന് കണ്ടറിഞ്ഞ മഹാത്മാവായിരുന്നു ഗുരുദേവൻ. അതുകൊണ്ട് എല്ലാവർക്കും ആ ധർമ്മത്തിൽ വിശ്വസിക്കണമെന്നുള്ള എല്ലാവർക്കും അതിലേക്ക് വരാൻ പറ്റും. അതെ, അതുപോലെ ആലുവ ആശ്രമം സ്ഥാപിച്ചപ്പോൾ ആലുവയിലെ ആശ്രമത്തിന് പേരിട്ടത് പോലും അദ്വൈത ആശ്രമം എന്നാണ് അല്ലെ? അതുപോലെ ശാരദ പ്രതിഷ്ഠയാണ് വർക്കല നടത്തിയത്. ശ്രീ ശങ്കരാചാര്യ തൃപ്പാദങ്ങളാണെങ്കിൽ കാശ്മീരിൽ ശാരദാ പീഠമാണ് പ്രതിഷ്ഠിച്ചത്. അങ്ങനെ ഒരുപാട് സാമ്യങ്ങളുണ്ട് ഗുരുദേവൻ ശങ്കരാചാര്യരുടെ പ്രവർത്തനങ്ങളുമായിട്ട് അല്ലെ? അപ്പോ എങ്ങനെയാണ് ഗുരുദേവനെ അദ്വൈത അല്ലാതെ മറ്റ് ഹിന്ദു പോലും അല്ലാതെ ആക്കാൻ നടത്തുന്ന ഈ ശ്രമങ്ങളെ നമ്മൾ നേരിടേണ്ടത്? അല്ല, ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ വഴി. നമ്മൾ ഗുരുദേവന്റെ കൃതികൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ വഴി. ഇപ്പോ ബാഹുലേയാഷ്ടകത്തിന്റെ കാര്യം പറഞ്ഞു. ആ ബാഹുലേയാഷ്ടകം എന്ന് പറഞ്ഞാൽ തന്ത്രശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് എഴുതിയിട്ടുള്ള മന്ത്രധ്വനികളോട് കൂടിയിട്ട് എഴുതിയിട്ടുള്ള കൃതിയാണ് ബാഹുലേയാഷ്ടകം എന്ന് പറയുന്നത്. അപ്പൊ അത് പഠിക്കുക. ഏതെങ്കിലും ഒരു കൃതി ആ കൃതി പഠിച്ചാല് ഗുരുദേവന്റെ മഹാത്മ്യം അറിയാൻ സാധിക്കുന്നുള്ളതാണ്. ഹിന്ദു എങ്ങനെയാണോ ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോയത്, ഒരു ഹിന്ദു ദേവതമാരെ പ്രതിഷ്ഠിക്കുക,
ഹിന്ദു ദേവതാ സ്വരൂപങ്ങളെയാണ് ഗുരുദേവൻ പ്രതിഷ്ഠിച്ചതെല്ലാം, അല്ലാതെ വേറെ ഒന്നും പ്രതിഷ്ഠിച്ചിട്ടില്ല. വിളക്ക് വിഗ്രഹത്തിന് പകരം വിളക്ക് കൊളുത്തുക എന്നുള്ളത് ഹിന്ദു ആചാരമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ പ്രതിഷ്ഠ ബുദ്ധിമുട്ടായത് കൊണ്ട് പ്രതിഷ്ഠയ്ക്ക് പകരമാണ് നിലവിളക്ക് ലക്ഷ്മി ഭഗവതിയായി കണ്ട് കൊളുത്താൻ ആചാര്യന്മാര് പറഞ്ഞത്. അതും അങ്ങനെ പ്രതിഷ്ഠിക്കുന്നത് പോലും ഹിന്ദു ആചാരപ്രകാരമാണ്, അല്ലാതെ ഗുരുദേവൻ ഹിന്ദു ധർമ്മത്തിൽ നിന്നോ ഹിന്ദു സംസ്കാരത്തിൽ നിന്നോ ഒന്നും വ്യതിചലിച്ച് ചെയ്തിട്ടില്ല. എല്ലാം അത് തന്നെയാണ്. പക്ഷേ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് ഗുരുദേവൻ മറ്റ് ചില സന്ദർഭങ്ങളിൽ പറഞ്ഞ ചില മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ചില വാക്കുകൾ, അപ്പം ഇതിനെയൊക്കെ എടുത്തിട്ടാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന് ചോദിച്ചോട്ടെ, അതായത് വളരെ വ്യാപകമായിട്ട് മതപരിവർത്തനം നടത്തുന്നതിനെ കുറിച്ച് ചിലര് ഗുരുദേവനോട് പരാതി പറഞ്ഞപ്പോൾ അവരെ തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗുരുദേവൻ മതമേതായാലും മതം മാറേണ്ട ആവശ്യമില്ല, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ആ ഒരു പ്രസ്താവന മതം മാറേണ്ടതില്ല എന്നുള്ള ഒരവസരത്തിലാണ് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് പറയുന്നത് ഗുരുദേവനെ സമീപിച്ച് മറ്റുള്ളവരുടെ പീഡനങ്ങളെ ഏറ്റ് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് വരുന്ന സമയത്ത് ഗുരുദേവൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ മതം മാറണമെന്നുണ്ടെങ്കിൽ സനാതന ധർമ്മത്തിലേക്ക് പോകൂ എന്നാണ് പറഞ്ഞത്. മറ്റു മതങ്ങളിലേക്ക് പോകാനല്ല പറഞ്ഞത്, സനാതന ധർമ്മത്തിലേക്ക് പോകൂ എന്നാണ്. പക്ഷെ ഗാന്ധിജി ചോദിക്കുന്ന സമയത്ത് മതപരിവർത്തനം ചെയ്യണമെന്നും അതാണ് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് വഴിയെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുവല്ലോ, സ്വാമിജി അതിനനുവദിക്കുന്നുണ്ടോ എന്ന് ഗാന്ധിജി ശിവഗിരിയിൽ വെച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാമിജി പറഞ്ഞത്, മതപരിവർത്തനം ചെയ്യുന്നവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു വരുന്നതായി കാണുന്നുണ്ട്. ആ ചോദ്യത്തിന് ഗുരുദേവന്റെ മറുപടി ശ്രദ്ധിക്കണം. മതപരിവർത്തനം ചെയ്യുന്നവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു വരുന്നതായി കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ജനങ്ങൾ മതപരിവർത്തനം നന്നെന്ന് പറയുന്നതിൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയാണ് സ്വാമികൾ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലാതെ മാറാൻ വേണ്ടിയിട്ടല്ല, പോകാൻ വേണ്ടിയിട്ടല്ല. ഗാന്ധിജി ചോദിക്കുന്നുണ്ട്, ഇന്ന് മതം മാറി വന്നു കഴിഞ്ഞാൽ എവിടെയും സ്ഥാനം ലഭിക്കുന്നുണ്ട്. ആ സാഹചര്യത്തില് അവര് മാറുന്നതിൽ അവരെ നമ്മൾക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി അന്യമതങ്ങളുടെ കാര്യം ഇരിക്കട്ടെ, ഹിന്ദുമതം മോക്ഷത്തിന് മതിയാകുമെന്ന് സ്വാമികൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഗുരുദേവൻ പറയുന്നത് ധാരാളം പര്യാപ്തം തന്നെ എന്നാണ്. ലൗകികമായ സ്വാതന്ത്ര്യത്തെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അപ്പം മോക്ഷത്തിനല്ലല്ലോ ഇവിടെ ഈ സാധാരണക്കാർ ജീവിക്കുന്നത്, മോക്ഷം ആഗ്രഹിച്ചിട്ടല്ല. അപ്പൊ ഗാന്ധിജിയോട് പറയുന്നത് മോക്ഷം ധാരാളം പര്യാപ്തമാണ്, മറ്റൊന്നിലേക്കും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഭൗതികമായ ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കേരളത്തില് അല്ലെങ്കിൽ മലബാറില് ഇന്ന് സാധ്യമല്ലാത്തൊരവസ്ഥയുണ്ട്. അതിന് ഭാരതം മുഴുവൻ അറിയപ്പെടുന്ന ഗാന്ധിജിയുടെ ആ ഉത്തരത്തിൽ തന്നെയുണ്ട്. ഗാന്ധിജി അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നേടിയെടുത്ത് എല്ലാവർക്കും കൊടുക്കണമെന്നുള്ളൊരു ധ്വനി ആ വാക്കിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇനി മറ്റൊരു ചോദ്യം, അന്നത്തെ ഇപ്പൊ നിലവില് നമ്മൾ കാണുന്ന ഒരു പ്രശ്നമായിട്ട് സംസാര വിഷയമായിട്ടുള്ളത് കൂടോത്ര വിശ്വാസികളും അതുപോലെ കൂടോത്രത്തിനെ എതിർക്കുന്നവരും തമ്മിലൊരു ചർച്ച നടക്കുന്നുണ്ട്. അങ്ങ് അറിയുന്നുണ്ടോ എന്നറിയില്ല. ഈ ഒരു സാഹചര്യത്തില് ഗുരുദേവൻ എഴുതിയിട്ടുള്ള ബാഹുലേയഷ്ടകം അങ്ങ് തന്നെ ഒന്ന് ചൊല്ലിക്കൊണ്ട് അതിൽ എത്രമാത്രം താന്ത്രികമായിട്ടുള്ള ബീജാക്ഷരങ്ങൾ അടങ്ങിയ മന്ത്രമാണെന്നും അത് ഞാൻ കേട്ടിടത്തോളം ആചാര്യന്മാര് അടക്കം പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് ഏത് ബാധകളെയും അകറ്റാൻ മാത്രം ശക്തിയുള്ള അത്രയും ശക്തമായിട്ടുള്ള മന്ത്രങ്ങളോട് കൂടിയിട്ടുള്ളതാണ്, ബീജാക്ഷരങ്ങളോട് കൂടിയിട്ടുള്ളതാണ് എന്നാണ്. അതിനെക്കുറിച്ച് അങ്ങ് എന്താണ് പറയുന്നത്? അതെ, ബാഹുലേയാഷ്ടകം 8 മന്ത്രങ്ങളാണ്. ആ 8 മന്ത്രങ്ങൾ ആരംഭിക്കുന്നത് ഓം ഹ്രീം ശരഹണ ഭവ എന്ന മൂലമന്ത്രത്തിന്റെ ഈ 8 അക്ഷരങ്ങളിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ മന്ത്രരൂപത്തിൽ രചന നിർവഹിച്ച 8 സംസ്കൃത പദ്യങ്ങളുള്ള സുബ്രഹ്മണ്യ കൃതിയാണ് ബാഹുലേയാഷ്ടകം എന്നുള്ളത്. ശ്രദ്ധര എന്ന വൃത്തത്തിലാണ് എഴുതപ്പെട്ടത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വരിയില് 21 അക്ഷരങ്ങളാണ് ഉള്ളത്. അപ്പൊ ഈ മന്ത്രത്തില് നിങ്ങൾ എണ്ണി നോക്കി കഴിഞ്ഞാല് 21 അക്ഷരങ്ങളായിരിക്കും ഉണ്ടാകുക. പ്രകൃതി എന്ന ഛന്ദസ്സിൽപ്പെട്ട സമവൃത്തമാണ് ശ്രദ്ധര. ഇനി
ഈ കൃതിയുടെ മന്ത്രോപാസനയില് ഏകാഗ്രതയും ശക്തിയും വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഓരോ ശ്ലോകത്തിലും പലതരം ധ്വനികൾ ആവർത്തിച്ച് ഉച്ചരിക്കുന്നുണ്ട്. അപ്പൊ ഈ മന്ത്രം ഇത് യഥാർത്ഥത്തില് മന്ത്രസാധന നേടിയവർ ചൊല്ലേണ്ടതാണ്. അത് ചൊല്ലേണ്ട രീതിയും വ്യത്യസ്തങ്ങളാണ്, വ്യത്യാസമുണ്ട്. മറ്റ് സാധാരണ ചൊല്ലുന്നത് പോലെ അല്ല അത് ചെല്ലേണ്ടുന്നതും എന്നുള്ളതാണ്. വരി ഞാൻ എല്ലാം ചൊല്ലണമെന്നുണ്ടോ? 8 മന്ത്രങ്ങൾ ചൊല്ലണമോ? ചൊല്ലിയാൽ വളരെ നന്നായിരിക്കും. അങ്ങൊന്ന് ചൊല്ലി കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഓം 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 ഹോമധൂപ പ്രകടതടജടാകോടി ഭോഗി പ്രപൂരം അം 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 ആദിതേയ പ്രണതപദയുഗാംഭോരുഹ ശ്രീവിലാസം ഉം 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 ഉഗ്രനേത്രത്രയലസിതവപൂർജ്യോതിരാനന്ദരൂപം ശ്രീം 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 ശീഘ്രചിത്തഭ്രമരഹരമനിശം ഭാവയേ ബാഹുലേയം. ഹ്രീം 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 ഹൃഷ്ടഷട്കന്ധരമം ഹ്രീം 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 ഹൃഷ്ടഷട്കന്ധമകരമരണാരണ്യ സംവൃത്തവന്യം ഐം 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 ഐംഗുദീപ്തഫലമൃദുമിളിത പ്രായോഗികേന്ദ്രവന്ദ്യം ക്ലീം 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 ക്ലിഷ്ടകായ ക്ലമവദാദഹന ക്ലേശ നിർമൂലനാശം സൗം 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 സൗരകാന്തി ഭ്രമഹരമനിശം ഭാവയേ ബാഹുലേയം. ശം ശം ശബ്ദരൂപം ശശിധരമമലം ശങ്കരം സാംബമൂർത്തിം ശിം 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 ശിഷ്ടവന്ദ്യം ശിഖരിനിലയനം ശിക്ഷിതാനേകലോകം ശും 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 ശുഭ്രഹാസം ശുഭകരമതിസന്ദേഹസന്തോഹനാശം ശൗം 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 ശൗക്ലിതാംഗം സിതാഭസിതഗണൈർഭാവയേ ബാഹുലേയം. രം 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 രമ്യദേഹം രജതഗിരിഗൃഹം രക്തപത്മാഘ്രിയുഗ്മം രിം 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 രിക്തശോകപ്രകൃതിപരമജം ഘാനമാലീനനേത്രം ജും 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 രൂക്ഷകായ പ്രതിഭടഹനനം രക്തകൗശേയവസ്ത്രം രൗം 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 രൗദ്രവാദിദ്രുതഹരകുഹരം ഭാവയേ ബാഹുലേയം. ഹം 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 ഹംസയോഗി പ്രവരസുഖകരം ഹസ്തലക്ഷ്മീ സമേതം ഹിം 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 ഹീനമാനം ഹിതസുഖവര ഹിംസയാവേദകീലം ഹും 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 ഹുംകൃതിധ്വംസിതര രജനിജര കൗര്യകൗട്ടില്യമൂർത്തിം ഹൈം 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 ഹൈമകുംഭായ തകരസകജം ഭാവയേ ബാഹുലേയം. നം 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 നന്ദികേശ പ്രവരഭുജഗാ നിർവിഘ്നകർമ്മ പ്രപഞ്ചം നിം 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 നീലകണ്ഠപ്രിയസുതമജിതം നിർമ്മലാംഗം നിരീഹം നും 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 നൂത്തനാഭോത്തര നിവൃത നിരാലംബ കൈവല്യമൂർത്തിം നൗം 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 നാമരൂപാത്മക ജഗതമഖിലം ഭാവയേ ബാഹുലേയം. ഭം 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 ഭാഗധേയം ഭവതനുജര പ്രാഞ്ജലിസ്തോത്രപൂരം ഭിം 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 ഭീമനാദാന്തകമദനഹരം ഭീക്ഷിതാരാധിവർഗം ഭും 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 ഭൂതിഭൂഷാർച്ചിതമമിത സമാസ്താർദ്ധശാസ്ത്രാന്തരംഗം ഭൗം 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 ഭൗമമുഖ്യം ഗ്രഹഗണനപടും ഭാവയേ ബാഹുലേയം. വം 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 വാഹിനീശം വലരിവുദയനം വലരിവു നിലയ സ്തോത്ര സമ്പത് സമൂഹം
വിം 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 വീരബാഹു പ്രഭൃതി സഹചരം വിഘ്നരാജാനുജാതം വും 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 ഭൂതനാഥം ഭുവനനിലയനം ഭൂരി കല്യാണശീലം വൗം 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 ഭാവിതാരി പ്രതിഭയമനിശം ഭാവയേ ബാഹുലേയം. ഇതാണ് ബാഹുലേയാഷ്ടകം. ഇത് എത്ര പഠിച്ചാലും ശരി ചെല്ലുമ്പോ തെറ്റ് വരും. കാരണം ഇത് പെട്ടെന്ന് ചെല്ലുന്ന സമയത്ത് അത് ചിലപ്പോ തെറ്റ് വരും. എത്ര പഠിച്ചു വെച്ചിരുന്നാലും ശരി തെറ്റ് വരും ഇടയ്ക്കിടയ്ക്ക്. എന്തായാലും ഈ തന്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ബീജാക്ഷര അടങ്ങിയ മന്ത്രങ്ങളൊന്നും എന്തായിരുന്നാലും ഗുരുദേവൻ അഭാരതീയമായിട്ടുള്ള അല്ലെങ്കിൽ ഹൈന്ദവം അല്ലാത്ത ഏതെങ്കിലും ഒരു ആശയത്തിൽ നിന്നും എടുത്തതാണെന്ന് ഈ വിമർശകർക്കൊന്നും പറയാൻ സാധിക്കില്ല, അല്ലെ? ഇതെല്ലാം തന്ത്രത്തിലും വേദത്തിലും തന്ത്രശാസ്ത്രത്തിന് അടിസ്ഥാനമായിട്ട് ഈ മന്ത്രം പഠിച്ചു ചെല്ലിയാല് ഭൂതപ്രേത പിശാചുക്കളുടെ ബാധകള് വന്നിട്ടുള്ളതൊക്കെ ഒഴിഞ്ഞു പോകുമെന്നുള്ള വിശ്വാസമല്ല അത്. അതിനു വേണ്ടിയിട്ട് ഇത് പഠിച്ചിട്ട് സ്വായത്തമാക്കിയ ആൾക്കാര് ഇത് തന്നെയാണ് ഈ മന്ത്രം ചൊല്ലിയാണ് ബാധകളൊക്കെ ഒഴിപ്പിക്കാറുള്ളത്. ഇങ്ങനെ അനുവർത്തിച്ചു വരുന്നു. അതിൽ വിശ്വാസമുള്ളവർക്ക് വലിക്കുന്നു. അതുകൊണ്ടാണല്ലോ അവർ അതിന് പോകുന്നത് എന്ന് കരുതാനേ പറ്റുള്ളൂ. താന്ത്രിക വിധി പ്രകാരമാണ്. കാരണം ഈ ബീജാക്ഷരമായിട്ടുള്ള ഓം ഹ്രീം ശരഹണഭവ, ശരവണഭവ എന്നല്ല, ശരഹണഭവ, ഈ 8 അക്ഷരങ്ങളാണ് ഓരോ മന്ത്രത്തിന്റെയും തുടക്കം കൊടുത്തിട്ടുള്ളത്. ബീജാക്ഷരം വെച്ചിട്ടാണ് ഈ മന്ത്രം. വേറൊരു മന്ത്രം അങ്ങനെ വന്നിട്ടില്ല. ഇത്രയും അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള മന്ത്രം 21 അക്ഷരങ്ങളാണ് ഓരോ വരിയിലും ഉള്ളത്. ഇത്രയും അങ്ങനെ ചിട്ടപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഗുരുദേവന്റെ അസാമാന്യമായ പാണ്ഡിത്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോ തന്ത്രവും വേദവും എല്ലാം ഇതുപോലെ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ രചിച്ച ഗുരുദേവനെയാണ് തന്ത്രവിരുദ്ധനും മന്ത്രവിരുദ്ധനും ഹിന്ദുവിരുദ്ധനും ഒക്കെ ആക്കി ചിലർ ചിത്രീകരിക്കുന്നത്. മറ്റൊന്ന് അങ്ങയോട് ചോദിക്കാനുള്ളത്, ശിവഗിരി മഠം അദ്ദേഹം സ്ഥാപിക്കുമ്പോൾ അവിടെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇതര സമുദായങ്ങളിൽ ഉണ്ടോ അതുവരെ ഒരു മഠം എന്ന് എനിക്കറിയില്ല. പക്ഷെ ശിവഗിരി മഠം അദ്ദേഹം സ്ഥാപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വില്ലില് പറഞ്ഞ പ്രകാരം അവിടെ നിത്യവും ഹോമത്തോടു കൂടിയിട്ടാണ് സന്യാസിമാര് ദിവസം തുടങ്ങുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അല്ലാതെ എന്തായിരുന്നാലും മറ്റ് ഇതര മതങ്ങളിലുള്ള ഒന്നും ചൊല്ലിയിട്ടല്ല എന്നാണ് നമ്മുടെയൊക്കെ അറിവ്. അപ്പോ അങ്ങനെ ഹൈന്ദവ ആചാരങ്ങളോടുകൂടി നടന്നു വരുന്ന ഒരു മഠം സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ഹൈന്ദവീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ വേദാന്ത മന്ത്രതന്ത്രാദികൾ പോലും സാധാരണ ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കുന്ന രീതിയിൽ എഴുതിയ ഗുരുദേവനെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ സമുദായം ഉൾപ്പെടെ ഹിന്ദുക്കളല്ല, അദ്ദേഹം മാത്രമല്ല അദ്ദേഹം പ്രതിനിധീകരിച്ച ഒരു സമുദായം പോലും ഹിന്ദുക്കളല്ല എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നത്. അതെ. അപ്പോ ഇതിനെ നമ്മൾ പ്രതിരോധിക്കാൻ അങ്ങ് പറഞ്ഞു നമ്മൾ ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കുകയാണ് ഏറ്റവും വലിയ മാർഗം എന്നുള്ളത്. അതിനെ കുറിച്ചിട്ട് അതില് എന്താണ് അങ്ങേ പോലെ ഉള്ളവര് അതിനു വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു പരിഹാര രീതി, അതൊന്ന് പറയാമോ? അത് ഗുരുദേവന്റെ കൃതികളിൽ തന്നെ ഗുരുദേവൻ ചെയ്തത് തന്നെ നമ്മൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചാൽ മതി. ഇന്ന് നടക്കുന്നതെല്ലാം വിപരിപ്ലവമായിട്ടുള്ള പുറമേ കാണുന്ന ഒരു ചടങ്ങ് മാത്രമാണ്. പലപ്പോഴും അറിയില്ല, ഗുരുദേവൻ മഞ്ഞ വസ്ത്രം ധരിച്ചിട്ടില്ല എന്നുള്ള കാര്യം പോലും സാധാരണ ഈഴവ സമുദായത്തിലുള്ളവർക്ക് അറിയില്ല. അതുകൊണ്ട് ഗുരുദേവന്റെ വിഗ്രഹം കണ്ടു കഴിഞ്ഞാൽ അതിന് മഞ്ഞ വസ്ത്രം ധരിപ്പിക്കണം. അത് തെറ്റെന്നുള്ള അർത്ഥത്തിലല്ല. ഗുരുദേവൻ ഒരിക്കലും ധരിക്കാത്ത ഒരു വസ്ത്രമാണ് മഞ്ഞ വസ്ത്രം. ഗുരുദേവൻ ഒരിക്കലും ശ്രീലങ്കയിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ഭക്തര് ഗുരുദേവനെ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് കാഷായ വസ്ത്രം ധരിച്ചത്. അപ്പോഴാണ് കാവ്യ വസ്ത്രം ധരിച്ചത്. അതല്ലാതെ എല്ലാ സമയത്തും ഗുരുദേവൻ വെള്ള വസ്ത്രമേ ധരിച്ചിട്ടുള്ളൂ. പിന്നെ ദശിവഗിരി തീർത്ഥാടനം ആയിട്ട് ബന്ധപ്പെട്ട് ഭക്തരെ ചെന്ന് ചോദിച്ച സമയത്താണ് ഒരുപാട് ദൂരെ നിന്നൊക്കെ ഗുരുദേവ നമ്മുടെ വേദസൂക്തങ്ങളുമൊക്കെ ചൊല്ലി ശിവഗിരിയിലേക്ക് വരുന്ന വ്രതാനുഷ്ഠാനത്തോടു കൂടി വരുന്ന ആ ജനതയ്ക്ക് ഭക്തജനങ്ങൾക്ക് ഒരു ഡ്രസ് കോഡ് വേണമെന്ന് ഭക്തരുടെ ആവശ്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, വെള്ള വസ്ത്രം മഞ്ഞൾ പിഴിഞ്ഞ് നിങ്ങൾ ധരിച്ചുകൊള്ളൂ, അത് തീർത്ഥാടനം കഴിഞ്ഞിട്ട് വേണം, പിന്നെ അത് കഴുകി വേണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. മഞ്ഞൾ പിഴിയാൻ പറഞ്ഞതിന്റെ പൊരുളെന്ന് പറഞ്ഞാല് യാത്രയില് നിരവധി ദൂരം നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അണുബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ രോഗങ്ങളൊന്നും പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ പിഴിഞ്ഞ വസ്ത്രം ധരിക്കാനായിട്ട് ഗുരുദേവൻ പറഞ്ഞത്. പക്ഷെ അത് പിന്നെ മഞ്ഞ എവിടെയും ഗുരുദേവന്റെ പ്രതിമ കണ്ടു കഴിഞ്ഞാൽ മഞ്ഞ വെക്കുക, ഇത് ഒഴിച്ച് വേറെ ഒരു ഉത്തരവാദിത്വവും
ഈ ഗുരുഭക്തരെന്ന് പറയുന്നവരിൽ കാണാനില്ല. ഭൂരിപക്ഷം പേരിലും ഇല്ല, പൂർണ്ണമായിട്ടും പറയല്ല, ഭൂരിപക്ഷം പേരിലും ഈ മഞ്ഞ ചുറ്റിക്കുക, ഗുരുദേവന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തുക എന്നുള്ളതല്ലാതെ പല സമുദായങ്ങളുടെ കാര്യാലയങ്ങളിൽ പോലും ഗുരുദേവന്റെ വിഗ്രഹമുണ്ട്, പ്രതിഷ്ഠയുണ്ട്. ഈ വിളക്ക് കൊളുത്തുക എന്നുള്ളതല്ലാതെ ഗുരുദേവന്റെ കൃതികൾ പഠിക്കുകയോ, ഇപ്പൊ SNDP യോഗം തന്നെ പലപ്പോഴും പലയിടത്തും ഞാൻ പറഞ്ഞിട്ട് പോലും അവർക്കൊന്നും താല്പര്യമില്ല. എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും ഗുരുദേവന്റെ കൃതികൾ പഠിപ്പിക്കാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. ഇതിങ്ങനെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറഞ്ഞിങ്ങനെ പോവുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഗുരുദേവനെ അറിയുകയും ഗുരുദേവൻ എന്നോട് ഈ അടുത്ത സമയത്ത് ചോദിച്ചതാണ്, ഒരു ഗുരുദേവ ഭക്ത തന്നെ ചോദിച്ചതാണ്, ഗുരു എന്നും ദേവനെന്നും എന്തിനാണ് നാരായണ ഗുരുവിനെ വിളിക്കുന്നത്? ശ്രീനാരായണ ഗുരുദേവൻ, അപ്പൊ രണ്ടും എന്താണ് എന്ന് ചോദിച്ചു. അതിന്റെ ആവശ്യമുണ്ടോ? ഗുരു എന്ന് പറഞ്ഞാല് അജ്ഞാനം മാറ്റി വിജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന ആളാണ് ഗുരു. ദേവൻ എന്ന് കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ആ ആത്മതേജസ് സ്വായത്തമാക്കി ആ തേജസ് പ്രകാശിപ്പിച്ചവനാരോ അവൻ ദേവൻ. ദേവൻ എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. ദിവ് എന്ന ധാതുവിൽ നിന്നാണ് ദേവശബ്ദം എന്ന പദം ഉണ്ടായിട്ട്. അപ്പൊ പ്രകാശിപ്പിക്കുന്നത്, ആത്മ തേജസ്സിനെ പ്രകാശിപ്പിക്കാൻ കഴിവും നമുക്കില്ല. നമുക്ക് ആ തേജസ് ഇല്ല. നമ്മൾ ടോർച്ചടിച്ച് നോക്കണം നമ്മളുടെ മുഖം പ്രസന്നമാണോ എന്നറിയാൻ. പക്ഷേ ആത്മജ്ഞാനികൾക്ക് അതിന്റെ ആവശ്യമില്ല. അവർക്ക് സ്വമേധയാ ആ തേജസ് അവരുടെ മുഖത്ത് കാണും എന്നുള്ളതാണ്. അത് തെളിഞ്ഞു കണ്ട ആ മഹാത്മാവായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ളതാണ്. ഗുരുദേവന്റെ കൃതികള് പഠിക്കുമ്പോൾ എത്രത്തോളം സനാതന ഋഷി ഈ മുതലുള്ള സനാതന ഋഷിമാർ എഴുതി വെച്ച ഗ്രന്ഥങ്ങളെ എല്ലാം എത്ര അവഗാഹമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, എന്നാൽ മലയാളത്തിലാണെങ്കിലും പലതും നമ്മൾക്ക് മറ്റ് ഗുരുവിന്റെ കീഴിൽ ഇരുന്ന് പഠിക്കാതെ ഗുരുദേവ കൃതികൾ പഠിക്കാനും ബുദ്ധിമുട്ടുമാണ്. അത് വീണ്ടും എഴുതി അദ്ദേഹത്തിന്റെ ശൈലിയിൽ തന്നെ എഴുതി സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇതിൽ നിന്നൊന്നും ഹിന്ദു സമാജത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ നമ്മൾ അറിയേണ്ടത് ഗുരുദേവനെ കുറിച്ച് മറ്റു പലര് പറഞ്ഞിട്ടുള്ളതാണ്. മറ്റു പല വ്യക്തിത്വങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. കാരണം സാധാരണക്കാർക്ക് ഈ ഗ്രന്ഥം വായിക്കാനോ അറിയുവാനോ ഗുരുദേവനെ കുറിച്ച് ആ സാഹചര്യത്തെ കുറിച്ച് അറിയുവാനോ ഒന്നും കഴിയാത്ത ഒരാള് കേട്ട അറിവ് വെച്ചിട്ട് ആണ് പറയാറ് എന്നുള്ളതാണ്. പക്ഷെ മറ്റു പല മഹാത്മാക്കളും ഗുരുദേവനെ കണ്ട മാത്രയിൽ, രവീന്ദ്രനാഥ ടാഗോർ, ദേശീയ ഗാന രചയിതാവായ രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ നിന്നും ഈ ശിവഗിരിയിൽ എത്തിയിട്ട് 1922 എത്തിയിട്ട് ഗുരുദേവനുമായിട്ടുള്ള സംഭാഷണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ പറഞ്ഞത്, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് അവിടെ ബുക്കിൽ എഴുതി വെച്ചത്, ഞാൻ ഈ ലോകം, ഈ ഭാരതം മുഴുവൻ ഞാൻ ചുറ്റി സഞ്ചരിച്ചു, നിരവധി ഈ അവതാരങ്ങളെയും മഹാമനീഷികളെയും ഒക്കെ ഞാൻ കണ്ടു, പക്ഷേ ശ്രീനാരായണ ഗുരുവിനെ പോലെ തേജസ്സാർന്ന ഒരു ആത്മീയ ഗുരുവിനെ ഞാൻ കണ്ടിട്ടേയില്ല എന്ന് എഴുതി വെച്ചത് ശ്രീ രവീന്ദ്രനാഥ ടാഗോറാണ്. തീർച്ചയായിട്ടും ആഢ്യ ബ്രാഹ്മണത്വത്തിന്റെ അങ്ങേയറ്റം നിൽക്കുന്ന ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ശിവഗിരിയിൽ വന്നു. ആ ശിവഗിരി കുന്നിൽ വന്നതിന് ശേഷം ഗുരുദേവനുമായിട്ട് അന്ന് എല്ലാം ഉച്ചയോടുകൂടി പോകാനായിട്ട് സംഭാഷണം കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഇറങ്ങിയ സമയത്ത് ഗുരുദേവൻ പറയുന്നു, സാധാരണ ഹിന്ദു ധർമ്മം അനുസരിച്ച് നമ്മളൊരു ഉച്ചയ്ക്കൊരു വീട്ടിൽ വന്നാൽ ഭക്ഷണം കഴിച്ചു പോകണമെന്നുള്ളത് ഒരു ആതിഥ്യ മര്യാദയാണ്, വിരോധമില്ലെങ്കിൽ കഴിക്കാം എന്ന് പറയുന്ന സമയത്ത് അന്നത്തെ നാട്ടുനടപ്പ് അനുസരിച്ച് അയിത്തവും അനാചാരവും കുടികൊള്ളുന്ന ഒരു സമയത്താണ് ആഢ്യബ്രാഹ്മണനായ ഉള്ളൂർ എസ് പരമേശ്വരയ്യരോട് പറയുന്നത്, പറയര് പാചകം ചെയ്ത ഭക്ഷണം പുലേര് വിളമ്പി ഇടവരാദികളായിട്ടുള്ള സകല തീയ സമുദായങ്ങളും ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന വേളയിലേക്ക് ആഢ്യബ്രാഹ്മണനെ വിളിക്കുന്നത്. പക്ഷെ വിളിച്ചത് ഗുരുദേവനാണ്, പോകാതിരിക്കാൻ പറ്റില്ല. പോയി ഇരുന്നു, ഭക്ഷണം വിളമ്പുന്ന സമയത്ത് ഗുരുദേവൻ പറഞ്ഞു, പപ്പടം വിളമ്പുന്ന സമയത്ത് പറഞ്ഞു, ആരും പപ്പടം പൊട്ടിക്കരുത്, ഒന്നിച്ചു പൊട്ടിക്കാം. അങ്ങനെ എല്ലാം വിളമ്പിയതിന് ശേഷം പറഞ്ഞു, ഇനി നമ്മൾക്ക് പപ്പടം പൊട്ടിക്കാം. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് പപ്പടം പൊട്ടിച്ച് ഉള്ളൂർ എസ് പരമേശ്വരയ്യരും ഉൾപ്പെടെ പപ്പടം പൊട്ടിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്തിരുന്ന ഉള്ളൂരിനോട് ഗുരുദേവൻ ചോദിക്കുന്നുണ്ട്, എന്താ പരമേശ്വര പൊടിഞ്ഞോ എന്ന്.
പാണ്ഡിത്യത്തിന്റെ ഉറവിടമായിട്ടുള്ള ഉള്ളൂരിന് തന്റെ ഉള്ളിലുള്ള ജാതി കോമരത്തിന്റെ കുമിള പൊടിഞ്ഞോ എന്നാണ് ഗുരുദേവൻ ചോദിച്ചതെന്ന് അറിയാൻ മറ്റു വ്യാഖ്യാനങ്ങളൊന്നും വേണ്ടി വന്നിരുന്നില്ല. അത് കഴിഞ്ഞ് ഉള്ളൂര് പോകാനായിട്ട് ഇറങ്ങിയപ്പോ ഒരു വരി എഴുതി ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചിട്ടാ പോയത്. എന്താ വരി എന്നറിയാമോ? ഹൃദയവും കണ്ണുമുടയോരേ കേൾപ്പിൻ, ഉദയം ചെയ്തു പോയി നവീനമാം യുഗം, അതിനിണങ്ങാത്ത പഴമയൊക്കെയും പതിക്കെട്ട് ചെന്നു പടുകുഴിക്കുള്ളിൽ. ഒരു മതം മതി ഇനി പരസ്നേഹം, ഒരു വർഗം മതി മനുഷ്യ സംജ്ഞകം, ഒരു രാഷ്ട്രം മതി ധരാതലം, നമുക്കിനി ഒരു ദൈവം മതി ഹൃദിസ്ഥിതം ദീപം എന്ന് എഴുതി സമർപ്പിച്ചിട്ടാണ് പോയത് എന്നുള്ളതാണ്. എന്തായാലും സമയം ഒരുപാടായി. ഇത്രയും സമയം അങ്ങനെ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങള് ഗുരുദേവനെ കുറിച്ചുള്ളത് കേട്ടാൽ CF ആൻഡ്രൂസ് പറഞ്ഞിരിക്കുന്നത്, ഈ രവീന്ദ്രനാഥ് ടാഗോറിനോടൊപ്പം വന്ന CF ആൻഡ്രൂസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ ക്രിസ്തുദേവനെ ഞാൻ ജീവിതത്തിൽ കണ്ടു എന്നാണ്. ഈ അറബിക്കടലിന്റെ തീരത്ത് ഞാൻ കണ്ടു, ക്രിസ്തുദേവനെ ഞാൻ നേരിട്ട് കണ്ടു എന്നാണ്. അങ്ങ് ജെറുസലേമിലും ഒക്കെ ആടിനെ മേയിച്ച് നടന്ന ആ യേശുക്രിസ്തു ഉണ്ടല്ലോ, ആ യേശുക്രിസ്തുവിനെ ഞാൻ കഥയിൽ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ ആ യേശുക്രിസ്തുവിനെ ജീവനോടെ ഞാൻ കണ്ടു എന്ന് എഴുതി വെച്ചത് CF ആൻഡ്രൂസ് ആണ്. ഇതൊക്കെ പ്രമാണങ്ങളാണ്, എഴുതി വെച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു മഹാവ്യക്തിത്വത്തെയാണ് നമ്മൾക്ക് അപ്രാപ്യമായി നമ്മൾ ഇതെല്ലാം ഒരു പുറമേയുള്ള ചടങ്ങുകൾ മാത്രമായിട്ട് നിൽക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. സമയം അവസാനിക്കുകയാണെന്ന് തോന്നുന്നു. അതെ, സമയം ഒരുപാടായി. ഒരു കാര്യം കൂടി, ഒരു കാര്യം കൂടി, ഒരു മിനിറ്റ് കൂടി ഉണ്ടാവും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അതുകൂടെ ഇത് പറയുന്ന കൂട്ടത്തില് ഗുരുദേവനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പൂർണ്ണമാകില്ല. ലോകത്ത് ഇന്ന് വരെ ലഭിക്കാത്ത ഒരു കോടതി വിധി ഗുരുദേവന്റെ പേരിലുണ്ട്. അതും ശ്രീനാരായണീയരായിട്ടുള്ള ആൾക്കാർക്ക് അറിയില്ല. വേറൊന്നുമല്ല, ഈ ക്ഷേത്ര നിർമ്മിതിയും പ്രതിഷ്ഠയും ഭക്തരെ വിളിക്കുമ്പോൾ പോയി പ്രതിഷ്ഠയൊക്കെ നടത്തും, ഗുരുദേവൻ അവിടുന്ന് പോരും. അങ്ങനെ പല സ്ഥലങ്ങളിലും ഭൂമി ക്രയവിക്രയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ചെറിയ ചെറിയ കേസുകൾ നിലവിൽ വന്നു. ഈ കേസുകൾ വന്ന സമയത്ത് ശിഷ്യനായിട്ടുള്ള ശ്രീ കുമാരനാശാൻ ഗുരുദേവനെ കോടതിയിൽ ഹാജരാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു അപേക്ഷ കൊടുത്തു, കോടതിക്ക് കൊടുത്തു. അപ്പൊ കോടതിക്ക് അങ്ങനെ ഒരാളെ നിയമത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ലല്ലോ, അത് ആരായാൽ തന്നെയും മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് എന്താണ് ഒരു വഴി എന്ന് ചോദിച്ച സമയത്ത് അത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് കോടതി സമർപ്പിച്ചു. ആ റിട്ട് അങ്ങോട്ട് കൊടുത്തു. എന്താ അവിടുത്തെ തീരുമാനം എന്നറിയാം, അതനുസരിച്ചേ പറ്റുള്ളൂ. പക്ഷെ അന്ന് രാജകുടുംബത്തിന് നിയമത്തിന്റെ ഉപദേശം നൽകുന്നത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ്. സവർണ മേധാവിത്വത്തിന്റെ ഉത്തുംഗത്തിൽ നിൽക്കുന്ന ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ. ഇണ്ടന്തുരുത്തി മനയില് ഗാന്ധിജി വന്നപ്പോൾ വൈശ്യനായതുകൊണ്ട് അകത്തിരുത്താതിരിക്കാൻ പുറത്ത് പന്തലിട്ട് ചർച്ച നടത്തിയ ഇണ്ടന്തുരുത്തി മനയ്ക്കും മുകളിലുള്ള ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഇത് കേട്ടിട്ട് എഴുതി കൊടുത്തത് രാജാവിന്റെ കയ്യിലേക്ക് എഴുതി കൊടുത്ത 2 വരികളാണ്. ആ 2 വരി അവരുടെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഏറ്റവും ഉയർന്ന സവർണരാണെന്ന് പറയുന്ന ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് ഗുരുദേവനോടുള്ള ആ ബന്ധം എന്താണെന്ന് ആ വരിയിലുണ്ട്. ശ്രീനാരായണ ഗുരു വിധാതാവാണ്, വിധേയനല്ല. ശ്രീനാരായണ ഗുരു നിയാമകനാണ്, നിയമ്യനല്ല. ഈ 2 വരി എഴുതി കൊടുത്തു. ഇനി വിധി തീരുമാനമൊക്കെ രാജാവിന് പറയാം, അല്ലെങ്കിൽ കോടതിക്ക് പറയാം, അത് ഞങ്ങളല്ല പറയാ. ഈ 2 കാര്യങ്ങൾ വരിയാണ് അവർ എഴുതി കൊടുത്തത്. അതിനുശേഷം കോടതിയിൽ നിന്നും വിധി വന്നത്, കോടതി സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളിൽ ശ്രീനാരായണ ഗുരു സംബന്ധിക്കേണ്ടതായിട്ടില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ കോടതിക്ക് ശ്രീനാരായണ ഗുരുവിന്റെ ഉപദേശം വേണം എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശം അറിയണമെന്ന് തോന്നിയാൽ, ശ്രീനാരായണ ഗുരു എവിടെയായിരിക്കുമോ അവിടെയായിരിക്കണം കോടതി. ഇതായിരുന്നു വിധി. ഇങ്ങനെ ഒരു വിധി ലോകത്തൊരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അത്രമാത്രം സവർണരുടെ മുകളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവർ പോലും ആദരിച്ചിരുന്നു, ഉള്ളുകൊണ്ട് അംഗീകരിച്ചിരുന്നു ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങളെ എന്ന് കാണിക്കുന്നതാണ് ഈ കോടതി വിധി ഒക്കെ എന്നുള്ളതാണ്. ഗുരുദേവന്റെ ചരിത്രം ഒന്ന് ആഴത്തിലേക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഗുരുദേവന്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ പറ്റും. അത് ആ കൃതികളിലൂടെ തന്നെ പോകണം, ചരിത്രത്തിലൂടെ തന്നെ പോകണം എന്നും പറയാൻ കാര്യം. വളരെ നന്ദി. ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. ഇത് കാലിക പ്രസക്തമാണ്. എന്തായാലും ഈ ഒരു സംഭാഷണം നമുക്ക് ഇപ്രകാരം അവസാനിപ്പിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്രാഹ്മണ്യത്തിന്റെ ഒരു
വക്താവായിട്ടാണ് ഉപനിഷത്തുക്കളെയും വേദങ്ങളെയും തന്ത്രത്തിനെയും ഒക്കെ കാണുന്നതെങ്കിൽ ആ ബ്രാഹ്മണ്യത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകനായിരുന്നു ഗുരുദേവൻ എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ഈശാവാസ്യ ഉപനിഷത്തായാലും അതുപോലെ തന്നെ ഭഗവത്ഗീത അടക്കമുള്ളത് ആത്മോപദേശ ശതക രൂപത്തിൽ നമുക്ക് നൽകി എന്നങ്ങ് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഗുരുദേവൻ തന്നെയായിരുന്നു ഇത്തരത്തിൽ വേദങ്ങളുടെയും വേദാന്തത്തിന്റെയും എല്ലാം ഏറ്റവും വലിയ പ്രചാരകനും. അതുപോലെ തന്നെ ശങ്കരാചാര്യ തൃപ്പാദങ്ങൾക്ക് ശേഷം അദ്വൈതത്തിന് ഏറ്റവും അധികം പ്രചാരം കൊടുത്ത വ്യക്തിയും ഗുരുദേവൻ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഗുരുദേവനെ ഹിന്ദുവല്ലാതെയാക്കുന്നവര് അദ്ദേഹത്തിനെ ആദ്യം പഠിക്കുക, അദ്ദേഹം എഴുതിയ കൃതികൾ പഠിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. വന്ദേ മാതരം. നമസ്തേ, 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 വന്ദേ മാതരം.